നവയുഗത്തിലെ സുവിശേഷ ദീപങ്ങളാകുവാൻ ഇതാ അനേകം വൈദികർ സമർപ്പണം ചെയ്യുന്നു. ദൈവരാജ്യ വയലിലിതാ ഇവർ തളരാതെ മുന്നേറുന്നു. ഇത് വരാപ്പുഴ രൂപതയുടെ ലേറ്റി കമ്മീഷൻ ഡയറക്ടറും കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരിയുമായ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ. തന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആർദ്രമായ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് മാർട്ടിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. മാർട്ടിനച്ച, അച്ഛനോടൊപ്പമുള്ള ജോഷുവ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ, വരാപ്പുഴ രൂപതയിൽ ഇപ്പോൾ പൊറ്റക്കുഴി പള്ളി വികാരി, മാഞ്ഞാലിയാണ് സ്വദേശം. മാഞ്ഞാലിയിലെ വ്യാകുലമാതാ പള്ളിയിലെ അംഗമാണ്. അപ്പച്ചൻ, അമ്മച്ചി, 2 സഹോദരിമാരുള്ള കുടുംബം. അപ്പച്ചൻ മരിച്ചു, അമ്മ വീട്ടിലുണ്ട്. 2 സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചു. കുഞ്ഞുനാൾ ഒറ്റ മകനായിരുന്നിട്ട് കുഞ്ഞുനാൾ മുതൽ വീട്ടിൽ കിട്ടിയ ഒരു ആത്മീയമായ പരിശീലനത്തിൻ്റെ ഭാഗമായും മറ്റു പല സ്വാധീനങ്ങളുടെ പേരിൽ കുഞ്ഞുനാൾ മുതൽ അച്ഛനാവാനുള്ള ആഗ്രഹം, ആ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ച് അത് ദൈവം കണ്ടു, ദൈവത്തിൻ്റെ ഒരു വിളി. അതുകൊണ്ട് ഇപ്പം അച്ഛനായിട്ട് 25ാമത്തെ വർഷമായി. അച്ഛൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ തിരിച്ച് ഒറ്റമോനായതുകൊണ്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ദൈവം നടത്തിയ വഴികളെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞത്. വൈദികനായതിനു ശേഷമുള്ള ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മകൾ അച്ഛൻ പറഞ്ഞൊരു ഒറ്റ കാര്യം അതൊന്നും എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ ദിവസവും യേശുവയ്ക്ക് ജന്മം കൊടുക്കുക എന്നൊരു വാക്കാണ് അച്ഛൻ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആ ബലിയർപ്പണം നടത്തുമ്പോൾ ഈശോയുടെ ശരീരവും രക്തമായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അത്രയും പവിത്രമായ ഒരു കർമ്മം ചെയ്യുന്ന ഒരു ആളാണ് വൈദികൻ. തീർച്ചയായിട്ടും വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പോലും നമ്മൾ ആ കരങ്ങളെ എന്ന പ്രാർത്ഥന പോലും അത്തരം ഒരു ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ സമൂഹം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല അച്ഛനെയാണ്, ഒരു വിശുദ്ധനായ വൈദികനെയാണ്. അച്ഛൻ്റെ അപ്പച്ചൻ സെമിനാരിലേക്ക് വിട്ടപ്പോൾ പറഞ്ഞൊരു വാക്കുപോലും അച്ഛൻ പറയുണ്ടായി. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞത് നല്ല അച്ഛനാവണമെന്നാണ്. നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ഇതെല്ലാം പറഞ്ഞെടുത്തും എങ്കിലും 25 വർഷത്തെ വൈദിക ജീവിതത്തിനിടയിൽ വെല്ലുവിളികൾ ഉണ്ടാവാറില്ല അച്ഛ. ഒരു വിശുദ്ധനായ വൈദികനായി നല്ല അച്ഛനായി ജീവിക്കാൻ പ്രതിസന്ധികൾ ഉണ്ടാവാറില്ല എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യം. അപ്പോൾ അച്ഛൻ അതിന് പറഞ്ഞ മറുപടി, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അച്ഛൻ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. 1, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക, അമ്മയോട് സഹായം ചോദിക്കുക. 2, അൾത്താരയിൽ പോയി ഇരുന്നിട്ട് ബലിപീഠത്തിൻ്റെ പുറകിലിരുന്ന് സക്രാരിയിലേക്ക് നോക്കിയിരിക്കുക. ഈ 2 സോഴ്സിനേക്കാൾ നല്ലൊരു സോഴ്സില്ല. ഇത് അച്ഛൻ നല്ല ഒരു ക്രിസ്ത്യാനിയായ ആർക്കും, ലോകത്തിലാർക്കും തീർച്ചയായിട്ടും, പക്ഷേ ക്രിസ്ത്യാനിക്ക് തീർച്ചയായിട്ടും ബോധ്യത്തിൽ പ്രതിസന്ധികളിൽ ആശ്രയിക്കാവുന്ന ഏറ്റവും 2 പ്രധാനപ്പെട്ട സ്ഥലമാണ്. അച്ഛൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ട്? ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു പുരോഹിതനുള്ള ഏക ഉത്തരം പരിശുദ്ധ കുർബാനയും പിന്നെ മാതാവും തന്നെയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരു കയ്യിൽ ഈശോ, മറുകയിൽ പരിശുദ്ധ കന്യകാമറിയത്തെയും പിടിച്ചുള്ള ഒരു ജീവിതയാത്രയാകണം ഒരു പുരോഹിതൻ്റെ ജീവിതം. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജീവിതത്തിലുള്ളൊരു ജീവിത നിയമം പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു സംഗതി ഇതാണ്: ഒരു പുരോഹിതൻ ബലിക്കല്ലിൽ കെട്ടിയിടപ്പെട്ടവനായിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ബലിക്കല്ലിൽ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു കുറ്റിയിൽ ഒരു പശുവിനെ കെട്ടിയിട്ടാൽ അതിൻ്റെ കയറിന് എത്ര നീളമുണ്ട് അതിൻ്റെ ചുറ്റുപാടത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റില്ല, പിന്നെ കയറ് പൊട്ടിച്ചു പോകണം. പുരോഹിതൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ബലിക്കല്ലിൽ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം തന്നെയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അപകടം എന്ന് പറയും. അപ്പോൾ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നൊരു പരിപാടി വിശുദ്ധ ബലിയർപ്പണം. ചിലപ്പോഴെങ്കിലൊക്കെ ആളുകൾ പറയും അച്ഛൻ്റെ കുർബാനയ്ക്ക് ഭയങ്കര നീളമാണെന്നൊക്കെ പറയും. സാധാരണ ദിവസങ്ങളിൽ ഒരു 40 മിനിറ്റെങ്കിലും ഒക്കെ എടുക്കും. ഞാൻ വളരെ ആസ്വദിച്ച്, കാരണം അടുത്തൊരു കുർബാന ചെല്ലാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ ബലിയിൽ തന്നെ നിന്നുകൊണ്ടേ ബലി അർപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കും. അതിനും ഞാൻ മാതാവിൻ്റെ കൂട്ടാണ് പിടിക്കാറ്. ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, എല്ലാ വർഷത്തെയും വാർഷിക ധ്യാനം കഴിഞ്ഞാൽ, വാർഷിക ധ്യാനത്തിൽ നിന്ന് അവസാനത്തെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം ഞാൻ വേറെ എങ്ങും പോകില്ല.
എത്ര അത്യാവശ്യമാണെങ്കിലും ഞാനെങ്ങും പോവില്ല. നേരെ വെള്ളാർപാടം പള്ളിയിൽ പോവും, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാതാവിന് സമർപ്പിക്കും. ഇന്ന് വരെ, കഴിഞ്ഞ വാർഷിക ധ്യാനം വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് പേഴ്സണലായിട്ടുള്ള എന്തോ അടുപ്പം, ഒറ്റ ചിന്തയേ ഉള്ളൂ, മാതാവിനല്ലാതെ നമ്മളെ ഈശോയുടെ അടുക്കിലേക്ക് എത്തിക്കാനും പിടിച്ചു നിർത്താനും സാധിക്കില്ല. മാതാവിനെ പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ളാർപാടം പള്ളിയിൽ പോയി മാതാവിന് സമർപ്പിച്ച് കുറച്ച് എത്രയും ദേവളാതവയൊക്കെ ചൊല്ലി ഇങ്ങോട്ട് പോരും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചൊല്ലിക്കൂട്ടുന്ന എത്രയും ദേവളാതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. ഒരുപാട് സംഭവങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോഴേക്കും നമുക്ക് നടക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വെള്ളാർപാടം വരെ പോകാൻ പോലുമുള്ള കപ്പാസിറ്റി ഒന്നും പലപ്പോഴും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും മാതാവിൻ്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിലും ഫാത്തിമയിലും പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫാത്തിമയിൽ ഞാൻ ഓർക്കുന്ന ഒരൊറ്റ സംഭവം, ഞാൻ ഒരു സംഭവം മാതാവിനോട് കയറുന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, മാതാവിനോട് കുറിച്ച് പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. ബസ്ലിക്കയിൽ, ഈ ഫാത്തിമ ബസ്ലിക്കയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു കൊച്ചു ബസ്ലിക്ക ചാപ്പലുണ്ട്. അവിടെ ഒരു വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് കൂടി അവിടെ പോയി, ഒരു പിൽഗ്രിം ഗ്രൂപ്പായിട്ട് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ അല്പം അവിടെ എത്തിയപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു. അവിടെ 7:30-ക്ക് ശേഷം പിന്നെ അവിടെ ബലിയർപ്പണത്തിനൊന്നും മറ്റു കാര്യങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങളവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിട്ട് ഒരു ബിഷപ്പിനോട് ചോദിച്ചു. ആദ്യം സാക്രിസ്റ്റിനോട് ചോദിച്ചു ബലിയർപ്പിക്കാൻ, പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അച്ഛന്മാരെല്ലാവരും തിരിച്ചു വന്ന് ഇവിടെ വന്നെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളോട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങളൊരു പണി, നമുക്ക് എത്രയും തെളിതാവെന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. അതായിരിക്കും മാതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ബിഷപ്പ് അതിൽ കൂടി പോകുന്നു. അവിടുത്തെ ഓക്സിലിയർ ബിഷപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബിനോജും മുളവരിക്കലച്ചനും ഞാനും കൂടെ പിതാവിൻ്റെ അടുത്ത് പോയി ജസ്റ്റ് ഈ കാര്യം കൂടെ പറഞ്ഞു. പിതാവ് അപ്പം തന്നെ സാക്രിസ്റ്റിനോട് പറഞ്ഞു അവർക്ക് കുർബാനയുള്ള ചാനലാനുള്ള സൗകര്യം. അപ്പോൾ സാക്രിസ്റ്റിൻ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു കുർബാന ഇവിടെ നടന്നിട്ടില്ലെന്ന്. ഈ എത്രയും തെളിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങളുണ്ടോ, ഏത് പ്രതിസന്ധികളുണ്ടോ, അതൊക്കെ അങ്ങോട്ട് തരണം ചെയ്യപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ മാതാവും സക്രാരിയും ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു. പിന്നെ സങ്കടങ്ങളുണ്ടാകുമ്പോഴേക്കും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില പാട്ടുകളൊക്കെ വരും. അങ്ങനെ ഒരു സംഗതിയിൽ ഒരു പാട്ട് എഴുതിയത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇടവകയിലൊരു ചെറിയ അസ്വസ്ഥത, ആ സമയത്ത് ഞാനിങ്ങനെ രാത്രിയാണ്, ഞാൻ ഒറ്റക്കാണ് പള്ളിയിൽ പോയി സക്രാരിയുടെ മുമ്പിലിരിക്കാൻ. അങ്ങനെ വന്ന ഒരു പാട്ടാണ്, ഒടുവിൽ ഞാൻ ആ തിരുവട്ടത്തിരുന്ന് മൂകമം. പാടില്ല, എഴുതും, വല്ലപ്പോഴൊക്കെ എഴുതും. അച്ഛൻ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നോ? ഒരു 100-300 പാട്ടുകളോളം ഉണ്ട്. ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്? 4 എണ്ണം ചെയ്തിട്ടുണ്ട്. സന്തോഷം അച്ഛാ കേൾക്കുമ്പോൾ തന്നെ. അച്ഛനെ 4 വരി ആ പാട്ടിൻ്റെ ഒന്ന് പറയാൻ തോന്നുന്നു. പാടുന്ന വാക്കുകൾ എങ്ങനെയാണ്? ഒടുവിൽ ഞാൻ ആ തിരുവട്ടത്തിരുന്ന് മൂകമം രാത്രിയിൽ സക്രാരി നോക്കി, തിര പോലിളകുന്ന മനസ്സിൻ്റെ മർമ്മരം കണ്ടനെ നാഥൻ തഴുകി തലോടി എന്നും പറഞ്ഞുകൊണ്ട്, കുഞ്ഞെ പൊന്നോമലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം അതൊരു വളരെ ഹൃദ്യമായ ഒരു സാഹചര്യത്തിൽ അല്ലേ, ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് വരുന്ന. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് എൻ്റെ ആ പ്രസംഗങ്ങൾ മുഴുവനും എനിക്ക് ആ സമയത്ത് ഒരുങ്ങിപ്പോയ മാതിരത്തൊരു അച്ഛൻ എനിക്ക് മറ്റൊരു വ്യത്യസ്തമായ ഒരു ഏരിയയിലേക്ക് നമുക്കൊന്ന് പോകണം. കാരണം അച്ഛൻ വർഷങ്ങളോളം അൽമായ പ്രസ്ഥാനത്തിൻ്റെ രൂപത ഡയറക്ടറാണ്, ലൈറ്റിംഗ് കമ്മീഷൻ അല്ലേ? ലൈറ്റിംഗ് കമ്മീഷൻ ഇപ്പോഴും ലൈറ്റിംഗ് കമ്മീഷൻ ഡയറക്ടർ കൂടിയാണ്. ഇപ്പോൾ അതും കൂടിയാണ്. ഒരുമിച്ചാണ് ഉത്തരവാദിത്തം. എത്ര വർഷമായി അച്ഛനാ ലൈറ്റിംഗ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തം? 3 വർഷം കഴിഞ്ഞു. സഭയിൽ അൽമായരുടെ, സഭയിലല്ല സമൂഹത്തിലും ഒരു കത്തോലിക്ക അൽമായരുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അച്ഛൻ്റെ അനുഭവങ്ങളിൽ നിന്നും അച്ഛൻ എന്തിനതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നു? സഭയുടെ ബലം എന്ന് പറയുന്നത് അൽമായരാണല്ലോ. വാസ്തവത്തിൽ ബഹുഭൂരിപക്ഷം വരുന്നതും അൽമായര. സമർപ്പിതരെന്ന് പറയുന്നത് വളരെ മൈനോറിറ്റിയാണ്. പക്ഷെ ദൈവത്താൽ പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ ഈ അൽമായരെ ബലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പൗരോഹിത്യ ധർമ്മം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് പോലെ ജനതാമധ്യേ ക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിപ്പിക്കലാണ് അൽമായ ദൗത്യം പോലും. ചിലപ്പോൾ വൈദികർക്ക് എല്ലായിടത്തും കടന്നു ചെല്ലാൻ പറ്റണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ വൈദികർക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യം കൂടി വരുവാണ്. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യം കൂടി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖം അവരുടെ ആ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഈ അൽമായ സമൂഹത്തെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സഭ 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞെങ്കിലും ആ ഒരു ദൗത്യം വളരെ
ശ്രമകരമായിട്ട് വിധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും അൽമായ ശാക്തീകരണമാണ് സഭയുടെ ബലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്തേ പറ്റൂ. ആ ഒരു ബോധ്യത്തോടു കൂടി ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കുറിച്ച് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. ഈ അൽമായരുടെ കൂടെ നടക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും അവരോട് പറയും, പക്വത എത്തിയ, പൂർണ്ണ വളർച്ച എത്തിയ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പ്രകടമാക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഗന്ധം, സുവിശേഷത്തിൻ്റെ ഗന്ധം നമ്മളായിരിക്കുന്നിടത്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളിനിയും പരാജയമാണ്. നമ്മളിപ്പോൾ സഭ ഒരുപാട് വളരുന്നുണ്ട്, നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ വളർച്ച നമുക്കൊരുപാടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജനത്തെ വളർത്തി ഇങ്ങനെ ഒത്തൊരുമിച്ച് നിർത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞ സഭയുടെ വലിയ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കും. പക്ഷെ മറ്റു കാര്യങ്ങൾ വേണ്ടെന്നല്ല, അത് വേണം. കാരണം ഇവരെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. ഈ രണ്ട് വിധത്തിലുള്ള വളർച്ചയും വേണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ബെനഫിറ്റ്സ് കൂടുതൽ ഇവർക്ക് കിട്ടുകയും ഇവരതിലൂടെ തത്തുല്യമായിട്ട് വളർന്നു വരികയും വേണം. പക്ഷേ പലപ്പോഴും നിർഭാഗ്യകരമായിട്ട് കണ്ടുപോയിരിക്കുന്ന ഒരു സംഗതി, അല്പം വളർന്നു വരുമ്പോഴേക്കും ചിലപ്പോൾ സഭയും സഭയുടെ സംവിധാനങ്ങളും ഒക്കെ വളരെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ അവരായിപ്പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്കൊരു വേദനാജനകമായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും അമ്മയാകുന്ന സഭയുടെ മാറോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ തന്നെ നമ്മൾ ഈ അൽമായർ വളർന്നു തന്നെ. സഭയ്ക്ക് കുറവുകളുണ്ട് തീർച്ചയായിട്ടും. അതൊരു മ്യൂച്വൽ പരിപാടിയാണ്. ഇവർ ചേർന്ന് നിൽക്കുകയും വേണം, സഭ ചേർത്ത് നിർത്തുകയും വേണം. അതായത് നമുക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ഇവരോട് പറയാറുണ്ട്, അൽമായരോട് ഞാൻ പറയാറുണ്ട്, സഭ എന്ന് പറയുന്ന അമ്മയ്ക്ക് 2000 വർഷത്തോളം പ്രായമുണ്ട്. പ്രായമാകും തോറും എന്തുണ്ടാവും? സാധാരണ വന്നത് ചുക്കും ചുളുക്കൊക്കെ ഉണ്ടാകും. ചുക്കും ചുളുക്കുണ്ടാകും, ചിലപ്പോൾ പല്ല് പോകും, കാണാനുള്ള പഴയ സൗന്ദര്യമൊക്കെ പലപ്പോഴത്തേക്കും മാറിയിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ അമ്മയുടെ സൗന്ദര്യം പോയെന്ന് വിചാരിച്ച് ഞാൻ അമ്മയെ നിഷേധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. അമ്മയുടെ സൗന്ദര്യം അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. പാല് കൊടുക്കണം, പ്രോട്ടീൻസ് കൊടുക്കണം, സംഗതി കൊടുക്കുമ്പോൾ അമ്മ കുറച്ചും കൂടി ആരോഗ്യമായിട്ട് നിൽക്കും. അമ്മയ്ക്ക് ഇത്തിരിക്കോളം ബലം ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ അമ്മയെ കാണാൻ ഭംഗി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ കൊള്ളില്ല എന്ന് വിളിച്ചു പറയുന്നത് ഒരു മകൻ്റെ കടമയല്ല, അല്ലെങ്കിൽ ഒരു മകളുടെ കടമയല്ല. അമ്മയെ ബലപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യണം. ഈ എല്ലായിടത്തും ഇരുട്ടാണെന്ന് പറയാൻ എളുപ്പമാണ്. ഇരുട്ട് മാറ്റാനായിട്ട് നമ്മുടെ കയ്യിലൊരു ചിരാതുണ്ട്. അത് ഊതിപ്പിടിച്ചും ഇരുട്ടാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടുള്ളിടത്തേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആ ചിരാത് കത്തിച്ച് അങ്ങോട്ട് കടന്നു ചെന്നാൽ അവിടെ ഇരുട്ടുണ്ടാകില്ല. അതേ ഉള്ളൂ ഒരു കരണീയമായിട്ട്. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് അതാണ്. ഞാൻ ഇവരോടൊക്കെ പറയും, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം, പക്ഷെ ഈശോ നമ്മളിലൂടെ ജീവിക്കണം. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന ചില മേഖലകളിൽ, അവിടെയൊക്കെ ഈശോയുടെ സുഗന്ധം പരത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ. അച്ഛൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് തീർച്ചയായിട്ടും സഭയുടെ കാഴ്ചപ്പാടും. പക്ഷേ സഭ ഒരു പക്ഷേ ഇവരെ അച്ഛനുള്ള ഈ ബോധ്യത്തിൽ അച്ഛൻ പറയുന്ന ഈ തലത്തിലേക്ക് സഭയും കുറേ കൂടെ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു അൽമായരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഒരു ശക്തമായ നമ്മുടെ കാര്യം. ഇപ്പം നമ്മുടെ സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അച്ഛനോ സിസ്റ്ററിനോ കടന്നു ചെല്ലാൻ പറ്റാത്തടത്ത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ്റെ വാക്കുകൾ വളരെ ക്ലിയറാണ്. അൽമായർക്കാണ് കടന്നു ചെല്ലാൻ പറ്റുക. ഞാൻ അതിനോട് ചേർന്നൊരു ചോദ്യം, അൽമായ വിഭാഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മുഖം എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അച്ഛൻ ഈ വരാപ്പുഴ രൂപതയിലെ യൂത്ത് അപ്പോസ്റ്റലേറ്റ്, ഒരുപക്ഷെ യൂത്ത് അപ്പോസ്റ്റലേറ്റ് പോലെ ഉണ്ടാക്കിയ ആ സാഹചര്യത്തിൽ ആദ്യത്തെ ഡയറക്ടറും വർഷങ്ങളോളം യൂത്ത് അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർ, 7 വർഷത്തോളം ഡയറക്ടറായിരുന്നു. യുവജനങ്ങളുമായി ബന്ധപ്പെട്ടും സഭയോട് ചേർന്ന അച്ഛൻ്റെ ഒരു ചിന്ത എന്താണ്? ഈ യുവജനങ്ങളാണല്ലോ സഭയുടെ ശക്തി. ഞാൻ അന്ന് യുവജനങ്ങളോട് കൂടെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, യുവജനങ്ങൾ നിങ്ങളിലാണ് സഭയുടെ പ്രതീക്ഷ, നിങ്ങളാണ് സഭ. അത് അൽമാരെ കുറിച്ച് പറയുന്നത് നിങ്ങളാണ് സഭ എന്ന് പറയുന്നുണ്ട്. 9-ാം പീസ് മാർപ്പാപ്പ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഈ യുവജനങ്ങളിലാണ് സഭയുടെ പ്രതീക്ഷ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതിനൊരു ഉത്തരം പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പറയുന്നത് നിങ്ങളാണ് സഭയുടെ പ്രതീക്ഷ എന്ന് പറയുന്നതിന് കാരണം എന്തെന്ന് പറയുന്നത് നിങ്ങൾ ശക്തരാണെന്നാണ് പറയുന്നത്. യുവജനങ്ങൾ നിങ്ങൾ ശക്തരാണ്. അപ്പം ഞാൻ യുവജനങ്ങളോട് എപ്പോഴും പറയും, എന്തിനൊക്കെയുള്ള ശക്തിവിശേഷമാണ് നമ്മളിലേക്ക് ഉള്ളത്, ഇത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള ഏക വഴി യുവാവായ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മളിലെല്ലാവരിലും ഉണ്ട് ഒരു ശക്തിവിശേഷം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, ഒരു മാലാഖത്തനിമയുടെ ശക്തി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നശീകരണത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ ഒരു കാളക്കുട്ടിയുടെ
ശക്തിയും എന്നിലുണ്ട്. ഒരു കല്ലിൽ നിന്ന് ശില്പിയാണ് തീരുമാനിക്കേണ്ടത് ഏത് ശില്പത്തെ ഇതിൽ നിന്ന് കൊത്തിയെടുക്കണമെന്നുള്ളത്. ആ മനുഷ്യൻ ഒരു മാലാഖയെ സ്വപ്നം കണ്ട് കൊത്തിയെടുക്കാനുണ്ടായ ഒരു മാലാഖ അതിൽ നിന്ന് ആ കല്ലിൽ നിന്ന് രൂപപ്പെടും. മറിച്ച് ഒരു കാളക്കുട്ടിയെയാണ് സ്വപ്നം കണ്ട് കൊത്തുന്നതെങ്കിൽ ഒരു കാളയെ പുറത്തു വരുള്ളൂ. മാലാഖ പുറത്തു വന്നാൽ അതിന് നന്മയുണ്ട്. കാളക്കുട്ടി പുറത്തു വരുമ്പോഴേക്കും ചിലപ്പോൾ പലപ്പോഴും തിന്മയുടെ നമ്മുടെയൊക്കെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പം ഞാൻ യുവജനങ്ങളോട് പറയും, നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു മാലാഖയെ കൊത്തിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ തക്ക വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിരുന്നത്, എപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് ഇതാണ്. ദർശനം എന്ന് പറയാൻ പാടില്ല, എന്നാൽ പോലും ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു. കാൽവരിയിലെ മരക്കുരിശിൽ ഈശോ ബലിയർപ്പിച്ച സമയത്ത് താഴെ നിന്നിരുന്ന 2 പേരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഒന്ന് മാതാവ്, ഒന്ന് യോഹന്നാൻ. ഒരുപാട് പേര് ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈശോ മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറയുന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ, യോഹന്നാൻ യുവാവാണ്, സമൂഹത്തിലുണ്ടായിരുന്നൊരു യുവാവാണ്. എന്ന് വെച്ചാൽ സഭയാകുന്ന മാതാവിനെ ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ യുവാവായ യോഹന്നാനെയാണ്. ഈ യുവാവായ യോഹന്നാൻ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവനുള്ള കത്തോലിക്ക സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പ്രതീകമാണ്. അപ്പോൾ ഈ യുവാവായ യോഹന്നാൻ എപ്രകാരം മാതാവിനെ സ്വീകരിച്ചുവോ അതുപോലെ സഭയെ ഈ യുവജനങ്ങൾ സ്വീകരിക്കണം. എന്നാലേ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ആ ഒരു അമ്മയെ സ്വീകരിച്ച ഇപ്പം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താ, പിന്നെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്, മാതാവിനെ യോഹന്നാൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു വലിയൊരു പ്രതീകമാണത്. അതുപോലെ നമ്മുടെ യുവജനങ്ങൾ സ്വീകരിക്കണം സഭയെ. അതുപോലെ തന്നെ നിലവിലുള്ള സഭയും സഭാധികാരികളും യുവജനങ്ങളെയും കാണേണ്ടത് സ്വന്തം മക്കൾ എന്ന നിലയിൽ കാണും. അവർക്കിടെ പ്രത്യേകമായ സാഹചര്യത്തിലും പ്രായത്തിൻ്റെ സവിശേഷതകളിലും ഏറ്റക്കുറിച്ചുകളിലും ചില ഇടർച്ചകളും താളപ്പിഴച്ചകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് സ്വാഭാവികതയായിട്ട് തന്നെ നമ്മൾ കാണണം. ഈ സ്വാഭാവികതയായിട്ട് കണ്ടുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ സഭയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കുറേ യുവജന സംഘടനകളുണ്ട്. എപ്പോഴും നമ്മൾ ഈ യുവജന സംഘടനകളിലേക്കൊക്കെ ഇവരെ ചേർത്ത് നിർത്തി ആ സംഘടനയുടെ കാര്യസ്ഥത്തോടനുബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഒരു യുവജന പ്രേക്ഷിത മേഖല ഔദ്യോഗികമായിട്ട് തുടങ്ങിയത് വരാപ്പുഴ അതിരൂപതയല്ല, യൂത്ത് അപ്പോസ്റ്റലേറ്റ് എന്ന പേരിൽ. എല്ലായിടത്തും യുവജന സംഘടനകളുണ്ട്. ഈ യുവജന സംഘടനകളിലുള്ളവരെ ഒന്നിച്ചൊഴുകാൻ, ഒന്നിച്ച് നിൽക്കാൻ, സഭയോട് ചേർന്ന് ഒന്നിച്ച് നിൽക്കാൻ കൂട്ടത്തിൽ കൂടി സംഘടനകളിൽ പെടാത്ത ഭൂരിപക്ഷം യുവജനങ്ങളുണ്ട്. ഇവരെയും കൂടി ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ടാണ് അഭിനന്ദ ഡാനിയൽ പിതാവ് യൂത്ത് അപ്പോസ്റ്റലേറ്റ് തുടങ്ങിയത്. ആ സമയത്ത് ഒരല്പം വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സംഘടനകൾക്ക് ഇതിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് അത്ര കാരണം ഇവരൊക്കെ ചിന്തിച്ചു ഞങ്ങളുടെയൊക്കെ ഐഡൻറ്റിറ്റി പോകുമോ, ഞങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ആകുമോ. വാസ്തവത്തിൽ അതായിരുന്നില്ല. അതാത് സംഘടനകളുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇവരെ ഒത്തൊരുമിച്ച് സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യമനുസരിച്ച് മുന്നോട്ട് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വേദി, ഒപ്പം തന്നെ ഈ സംഘടനകളില്ലാത്തവരെ കൂടി ഒന്ന് ആകർഷിക്കാനുള്ള ഒരു സംവിധാനം, ഇതൊക്കെയായിരുന്നു യൂത്ത് അപ്പോസ്റ്റലേറ്റിൻ്റെ. അച്ഛൻ്റെ പേര് മാർട്ടിൻ എന്നാണല്ലോ അല്ലേ? മാർട്ടിൻ, വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ആണോ? അതെ അതെ, അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ ഒരു കറുത്ത പാട് വെച്ചേക്കണം. എന്താണ് അച്ഛൻ പറയാമോ? വിശുദ്ധനെ കുറിച്ചൊന്നും കൂടെ ഒന്ന് പറയാമോ? വിശുദ്ധനെ കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തെ, അമ്മച്ചി പറയുന്ന ഒരു സംഭവം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു വളരെ ടച്ചിങ് ആയിട്ടുള്ള, എനിക്ക് വല്ലാത്തൊരു ഇതായിട്ടുള്ള സംഗതിയാണ്. അച്ഛന് കുഞ്ഞുനാളുള്ള പേര് മാർട്ടിൻ തന്നെയാണ്. അതെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണത്. അതായത് നമുക്കറിയാം, ഈ അങ്കമാലി അടുത്ത് ഒരു സെയിന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയുണ്ട്. എല്ലാ വർഷവും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. മോണിസ്റ്റർ കോളേജ് കഴിഞ്ഞിട്ട് മുമ്പോട്ട്. അതെ, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. പുണ്യാളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു പോന്നായിരുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതി ഉണ്ടെങ്കിൽ ഞാൻ ആ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് പോരും. ആ പള്ളിയിൽ തന്നെ പോകും. ഇപ്പം പലരുടെ സെയിന്റ് മാർട്ടിൻ്റെ ഒരു പള്ളിയുണ്ട്, പക്ഷെ അവിടെ പോകാറില്ല. അപ്പോഴത്തെ അവിടെ പോകുന്നത് കാരണം ആ പള്ളിയുമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതായത് എൻ്റെ അമ്മച്ചി ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്, എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അങ്കമാലിയിലുള്ള സെയിൻറ്റ് മാർട്ടിൻ പള്ളിയിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവരുന്നത്. വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് അവിടെ കൊണ്ടുവരും, വലിയ ആഘോഷം. അത്ര ഇന്നിപ്പോൾ എല്ലായിടത്തുമൊക്കെ തിരുശേഷിപ്പുണ്ട്. അപ്പം അത്ര ഏതാണ്ട് 48 വർഷം മുമ്പ്, 49 വർഷം മുമ്പുള്ള സംഗതിയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 49 വർഷം മുമ്പ് അവിടെ തിരുശേഷിപ്പ് കൊണ്ടുവന്നപ്പോൾ അമ്മച്ചിയുടെ ഏറ്റവും അടുത്ത കുറച്ച് റിലേറ്റീവ്സ് അങ്കമാലി ഇപ്പോഴത്തെ ബസ്ലിക്കയുടെ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അന്ന് കാലത്ത് തിരുശേഷിപ്പ് കൊണ്ടുവന്ന് വളരെ ആഘോഷപരമായിട്ടാണ് കൊണ്ടുവന്നത്. നാട് മുഴുവനും അലങ്കരിച്ചൊക്കെ കൊണ്ടുവന്നൊരു സംഗതിയാണ്.
അപ്പോൾ അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മച്ചിയുടെ ആങ്ങളമാരൊക്കെ ഈ അവിടെ പോയിട്ടുണ്ട്. കാരണം അമ്മച്ചിയുടെ അമ്മയുടെ വീട് അവിടെ ആയതുകൊണ്ട് കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയി ഞാൻ ചുരുക്കി പറയണം, അവിടെ പോയി പരിപാടിയിലൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞേച്ചും അമ്മച്ചിയുടെ ഇളയ ആങ്ങളെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മച്ചിനോട് പറഞ്ഞു, എടി നിനക്ക് ജനിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് മാട്ടിൽ നിന്ന് പേരിടണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മച്ചിക്ക് അവിടെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത്ര പോപ്പുലർ അല്ലാത്തൊരു വിശുദ്ധൻ പിന്നെ ഒരുപിടി ചെളിയുണ്ടെങ്കിൽ കാര്യം തീരുന്ന ഒരു സംഗതിയാണല്ലോ, ഒരു കറുത്ത ഒരു രൂപം. അപ്പം അമ്മച്ചി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, കൊച്ചേട്ടിന് വല്ല പണിയുണ്ടെന്ന് നോക്കും, നമുക്കിത് എങ്ങനെ വിളിക്കും ഈ മാട്ടിൽ നിന്ന്, അങ്ങനെ ഒരു അറിയുന്നില്ല. മാട്ടിൽ നിന്നുള്ള പേര് അത്ര പോപ്പുലർ അല്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ ജനിച്ചപ്പോൾ വീണ്ടും കുഞ്ഞച്ചൻ അമ്മച്ചിയുടെ ഇളയ ഞങ്ങളെ വീട്ടിൽ അമ്മച്ചിനോട് റെഡി നമുക്ക് മാട്ടിൽ നിന്ന് പേരിടണമെന്ന്. അമ്മച്ചി നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നിഷേധിച്ച് പറഞ്ഞു. ഒരു വലിയ അത്ഭുതം ഉണ്ടായത്, ആ സമയം മുതൽ അമ്മച്ചിക്ക് ചെവി വേദന തുടങ്ങി. വല്ലാത്ത ചെവി വേദന അമ്മച്ചിക്ക്. അമ്മച്ചി കരച്ചിൽ, ഞാൻ കരച്ചിൽ. കുഞ്ഞാണ്, ഞാൻ ജനിച്ചിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. കരച്ചിലോട് കരച്ചിൽ. ഇതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. പറവൂർ ഗവൺമെൻറ് ആശുപത്രിയാണുള്ളത്. അവിടെ കൊണ്ടുപോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും തിരിച്ച് വീട്ടിൽ, അന്നൊക്കെ ആശുപത്രി കൊണ്ടുപോയി കിടത്തുന്ന ഒരു പരിപാടിയൊന്നുമില്ലല്ലോ, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഈ 2-3 ദിവസം കരച്ചിൽ മാത്രം. അമ്മച്ചി പറയുന്നത്, അമ്മച്ചി ഇപ്പോഴും കരഞ്ഞു പറയുന്ന ഒരു സംഗതിയാണ്. ഒരു നിമിഷം പോലും കരയാതെ ഒരു 3 ദിവസം ചിലവഴിച്ചിട്ടില്ലെന്നാണ് പറയണം. 3 ദിവസം ഇങ്ങനെ കരഞ്ഞ് ചിലവഴിച്ചു. 3-ാമത്തെ ദിവസമായപ്പോൾ, ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 3-ാമത്തെ ദിവസമായപ്പോൾ തൊട്ടടുത്ത വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു ആശാരിച്ച് സ്ത്രീ അമ്മച്ചിയുടെ അടുത്ത് വന്നുകൊണ്ട് അമ്മച്ചിനോട് ഇങ്ങനെ പറഞ്ഞു, മോളെ കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, നീയും കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും കാര്യം, നീ കൊച്ചിനെ മടിയിലെടുത്ത് ഒന്ന് തുടപ്പിച്ച് മടിയിലെടുത്ത് പിടിച്ച് മുട്ടുകുത്തി എന്ന് പറയും, മാട്ടിൽ നിന്നുള്ള പേര് തന്നെ അവനിട്ടേക്കാം എന്ന് പറയാൻ പറയും. അമ്മച്ചി പെട്ടെന്ന് ഇത് ആലോചിച്ചു. വേഗം എന്നെ ഒന്ന് തുടപ്പിച്ചൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ മാട്ടിൽ നിന്ന് തന്നെ പേരിട്ടോളാം എന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചി പറയണത്, ഇത് പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ ചെവി വേദന മാറി. പക്ഷെ ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. അമ്മച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എഴുതി കാണിക്കണം. ഏതാണ്ട് യോഹന്നാൻ്റെ സംഭവം പറഞ്ഞ മാതിരത്തെ സംഭവം പോലെയായിരുന്നത്. അമ്മച്ചി എഴുതി കാണിക്കും, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. 7-ാമത്തെ ദിവസമാണ്, 8-ാമത്തെ ദിവസമാണ് പിന്നെ മാമോദിസ നടക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അമ്മച്ചിക്ക് ചെവി കേട്ടൂടാ. ചെവി കേൾക്കാതെ ഇപ്പോഴും അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചിനോട് ചോദിച്ച് അമ്മച്ചി ഈ കാര്യങ്ങളൊക്കെ പറയും. അമ്മച്ചി ഇപ്പോഴും ഭയങ്കര സങ്കടത്തോട് പറയുന്ന കാര്യം. അതുകൊണ്ട് എന്നോട് എപ്പോഴും പറയും, മോനെ മാട്ടിൻ പുണ്യാളിൻ്റെ അടുത്ത് പോകണം, നിനക്ക് എന്നൊക്കെ പോകാൻ പറ്റും അന്നൊക്കെ പോകണമെന്ന് എന്നോട് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ മാമോദിസൊക്കെ പോയി തിരിച്ച് നടന്ന് പള്ളിയിൽ നിന്ന് മാമോദിസ മുക്കി മാട്ടിൽ നിന്നുള്ള പേരിട്ടു. അപ്പം അന്ന് മാട്ടിൽ നിന്ന് അച്ഛനോട് പേര് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പെട്ടെന്ന് ഒരു ഇതായിപ്പോയി. അന്ന് അച്ഛൻ അമ്മച്ചിനോട് പറഞ്ഞത്, അതിനാണ് ഇവൻ്റെ മുഖത്തൊരു കുത്തിട്ടേക്കണത്, കറുത്ത കുത്തിട്ടേക്കണത്, അതിന് വേണ്ടിയിട്ടായിരിക്കും, ഇപ്പം മാട്ടിൻ ഡിപ്പോറസ് തന്നെ ആയിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറയും. അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി അമ്മച്ചി പള്ളി ഗേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ചെവിയും തുറന്നു, കേൾവി ശക്തി തിരിച്ചു കിട്ടി, വീണ്ടും അപ്പോൾ അതൊരു വല്ലാത്തൊരു അത്ഭുതമായിട്ട് അമ്മച്ചി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോരുമ്പോൾ തന്നെയാണ് അമ്മച്ചിയുടെ ഇങ്ങനെ ചേന്നമംഗലത്ത് കോട്ടയംകോവിലുമാണ് പള്ളിയുടെ ഗേറ്റ് ഇറങ്ങി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കപ്പേള വരെയുള്ള കോൺവെൻറ്റ് വരെയുള്ള സ്ഥലം എല്ലാം റിലേറ്റീവ്സാണ്. അമ്മച്ചിയുടെ ആങ്ങളമാരും എല്ലാവരും ഉണ്ട്. ഈ അറ്റത്തെ വീട് കപ്പേള ഇരിക്കുന്ന അമ്മച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടത്തോളം നടന്നു വരുന്ന ആ സമയത്ത് വന്നപ്പോഴേക്കും തൊട്ടടുത്തായതുകൊണ്ട് നടന്നാണ് പോരല്, അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്നു വരുന്നു. അപ്പോഴേക്കും അമ്മച്ചിയുടെ ഇളയപ്പൻ്റെ ഭാര്യ, പുള്ളിക്കാരത്തിയും ഗർഭിണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇളയമ്മ പള്ളിയിൽ വന്നിട്ടില്ല. തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഇളയമ്മ അമ്മച്ചിനോട് ചോദിച്ചു, മോളെ നീ എന്താണ് പേരിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇളയമ്മ മാട്ടിൽ നിന്നാണ് പേരിട്ടേന്ന് പറഞ്ഞു. ഇളയമ്മ വേഗം അമ്മച്ചിനോട് പറഞ്ഞെന്ന് അമ്മച്ചി പറയണത്, എടി മോളെ ഇവിടെ ഇളയപ്പന് ഇത് തന്നെ പറയും, എനിക്കിഷ്ടമല്ലടി എന്ന് കേട്ടേ പറഞ്ഞു. അപ്പോഴേക്ക് ഇളയമ്മനോട് അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഇളയമ്മ അങ്ങനെ പറയല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോരുന്നത്. ആ കൊച്ചിനും മാട്ടിൽ നിന്ന് പേരിട്ടു. ഞാനും അവന് അച്ഛനാ, ഞങ്ങൾ 2 അച്ഛന്മാരാ. ഓക്കാം സഭയിൽ അച്ഛനാണ് ഈ മാട്ടിൻ. തൃശ്ശൂരുണ്ട് ഇപ്പോൾ അദ്ദേഹം. ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലുള്ള ആൾക്കാർ. സന്തോഷം അച്ഛാ. ഞാൻ അവസാനിപ്പിക്കുന്നത്, ഈ മാട്ടിൻ പുണ്യാളൻ 2 പേരെ വൈദികനാക്കി എന്നതിൽ നമുക്ക് ഏറെ സന്തോഷം. പുണ്യാളൻ്റെ ഒരു മാധ്യസ്ഥനുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ദൈവവിളികൾ, പ്രത്യേകിച്ച് ധാരാളം വെല്ലുവിളികളുണ്ടല്ലോ. അതിനും വൈദികരാവുന്ന ആളുകൾക്കും വൈദിക ജീവിതത്തിന് എതിരെയും വെല്ലുവിളികളുണ്ട്, വൈദിക ജീവിതത്തിനുള്ളിലും വെല്ലുവിളികളുണ്ട് ആ സാഹചര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ ദൈവവിളിയെക്കുറിച്ച് നമ്മുടെ കുടുംബങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരായ കുടുംബങ്ങളോട് എന്താണ് ദൈവവിളിയുമായി ബന്ധപ്പെട്ട് അച്ഛന് പറയാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദൈവവിളി ഉണ്ടാകാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം.
ഈ ആഗ്രഹമില്ലാതെ മക്കളൊരു ദിവസം അച്ഛനാകുമെന്നോ കന്യാസ്ത്രീ ആകുന്നോ ഒരു പ്രേക്ഷിതനാകുന്നോ പ്രേക്ഷിതയാകുന്നോ നമ്മൾ സ്വപ്നം കാണണ്ട. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചേ പറ്റൂ. കാരണം സഭ യുഗാന്ത്യം വരെ മുന്നോട്ട് പോകാനുള്ളതാണ്. ഈശോയ്ക്ക് ആവശ്യമുണ്ട്, ഇനി ദൈവവിളികളെ ആവശ്യമുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ അച്ഛന്മാർക്ക് കുറേ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാലാഖമാരുടെ കൂട്ടത്തിൽ നിന്നല്ല നമ്മൾ വന്നിരിക്കുന്നത്, മറിച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ്. മാനുഷികമായ ബലഹീനതകൾ കൊണ്ടൊക്കെ കുറച്ച് തെറ്റുകളും കുറ്റം, കുറച്ച് നല്ല ചിലപ്പോൾ വലിയ തെറ്റുകളൊക്കെ വരുന്നുണ്ട്, നമുക്കുണ്ട്. നമ്മുടെ സങ്കടങ്ങളാണ് അതൊക്കെ, ഇങ്ങനെ നൊമ്പരങ്ങൾ. പക്ഷേ നമ്മളിതിങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിച്ച് ഒരച്ഛനോ ഒരു സമർപ്പിതനോ, ഞാൻ വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിതിങ്ങനെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സമൂഹം, കത്തോലിക്ക സഭ ഉലഞ്ഞുകൊണ്ടിരിക്കുക. തകർന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈശോ യുഗാന്ത്യം വരെ സഭാ നൗകയെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ തകർക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ആടി ഉലയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കാണുമ്പോഴേക്കും നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സഭയെ നിലനിർത്താൻ വൈദികരെ സമർപ്പിതരെ ആവശ്യമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ഈ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് സമർപ്പിത ജീവിതത്തിൻ്റെ സമർപ്പണമാണെന്ന് പറയുന്നത്. അതായത് പൗരോഹിത്യത്തിൻ്റെ സമർപ്പണത്തിലാണ് ദി കാത്തലിക് ചർച്ച് ഇസ് എവർ ഗ്രീൻ ബിക്കോസ് ഓഫ് ദ സെലിബസി ഓഫ് ദ പ്രീസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് സഭയുടെ ദൈവവിളിയെ പരിപോഷിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു സമർപ്പിതൻ എന്ന നിലയിൽ ഞാൻ ശ്രമിക്കേണ്ട ഞാൻ ആവുന്നത്ര എല്ലാ വർഷവും ഒരാളെങ്കിലും സെമിനാരിൽ വിടാനായിട്ട് നടക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ഒരു വലിയ സന്തോഷം ഉണ്ടായി. ഞാനൊരു സെമിനാരിക്കാരനെ വിട്ട് സെമിനാരിലാക്കി, അവൻ അച്ഛനായി എന്ന് കേട്ടപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ പോയി പങ്കെടുത്തപ്പോൾ അന്നുണ്ടായിരുന്ന സന്തോഷം വലിയൊരു സന്തോഷമോ. മിക്കവാറും എല്ലാ പള്ളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ട് സെമിനാരികളിലോ കോൺവെൻറ്റുകളിലോ ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എൻ്റെ പൗരോഹിത്യത്തിലാണ്, എൻ്റെ സമർപ്പണ ജീവിതത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറവുകളൊക്കെ നമുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് എൻ്റെ പൗരോഹിത്യത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിന് മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തേക്കില്ല. അത് ഞാൻ ആസ്വദിക്കുന്നതുകൊണ്ട് ഞാൻ പൗരോഹിത്യത്തിലേക്ക് ഇത് മാതാപിതാക്കളെ ഏറ്റെടുക്കണം. മാതാപിതാക്കളെ ഏറ്റെടുത്ത് കുഞ്ഞുനാൾ മുതലേ അൾത്താരയോട് ചേർത്ത് നിർത്തിയും മാതാവിനോടും സക്രാരിയോടും ഒക്കെ ചേർത്ത് നിർത്തി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മളെ കൈപിടിച്ച് വളർത്തണം. പക്ഷെ ഇന്ന് കാണുന്ന വല്ലാത്തൊരു നൊമ്പരം പിടിച്ച പരിപാടി, എല്ലാ കുടുംബത്തിലും ഒന്നൊരുമിച്ച് കൂടിയാൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് എവിടെയെങ്കിലും കൂടിയാൽ വിധിയെഴുത്തലുകൾ നടത്തുന്നത് പുരോഹിതർക്കെതിരെ സമർപ്പിതർക്കെതിരെ. ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ഇത് കേൾക്കുന്ന കൊച്ചുമക്കൾ എങ്ങനെ വരും സഭയിലേക്ക്? പക്ഷേ ഈശോ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളവരെയൊക്കെ തട്ടി ഉണർത്തും. തീർച്ചയായിട്ടും അത് ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ ദൈവവിളിക്ക് അത്ര വലിയ കുറവുകളൊന്നും ഇല്ലെങ്കിൽ പോലും വെല്ലുവിളികളുണ്ട്. അതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഞാൻ പറയും, ആദ്യത്തെ സെമിനാരി കുടുംബമായിരിക്കണം എന്നുള്ളതാണ്. സെമിനാരി ആയിരിക്കണം. നമ്മൾ പറയാറുണ്ട് ഗാർഹിക സഭ എന്നൊക്കെ ഞാൻ ഒരു പടിയും കൂടി കടന്നുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ സെമിനാരി കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതിൽ നിന്നുള്ളൊരു സെക്കൻഡ് സ്റ്റെപ്പ് ആയിരിക്കണം മൈനർ സെമിനാരി എന്ന് പറയുന്നത്. പിന്നെ മേജർ സെമിനാരി, പൗരോഹിത്യം, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. ഒരു സമർപ്പിത ഈശോയ്ക്ക് കൊടുത്താൽ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ്? ഞാൻ ഓർക്കണം, ഞാൻ വീട്ടിൽ ഒരാളേ ഉള്ളൂ. എന്നോട് അപ്പച്ചൻ അന്ന് അല്ലെങ്കിൽ അമ്മച്ചി ഒക്കെ ഉണ്ടായിരുന്നവർ ഉൾക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും എന്നുള്ളത്. എൻ്റെ അമ്മച്ചിയുടെ ഈ അടുത്തിടയ്ക്ക് ഒരു ബൈപ്പാസ് സർജറി നടന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ലിസി ആശുപത്രിയുടെ ഈ സർജിക്കൽ വാർഡിൻ്റെ മുൻപിൽ കുറേ വീട്ടുകാരുണ്ട്. അകത്ത് സർജറി നടക്കുമ്പോഴേക്കും നഴ്സുമാർ വന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേര് വിളിക്കുമ്പോഴേക്കും പലപ്പോഴും അവിടെ ആളെ കാണാറില്ല. കുറേ മക്കൾ ഒരാളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അങ്ങോട്ട് നീങ്ങിയേക്കണായിരിക്കും. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. പക്ഷെ ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മച്ചിയുടെ ബൈപ്പാസ് സർജറിയുടെ സമയത്ത് ആ വാർഡിൻ്റെ മുൻപിലുള്ള ഹോളിൽ മുഴുവനും പൊറ്റക്കുഴി ഇടവകയിൽ നിന്ന് തന്നെ ഉണ്ടായി 10-20 പേര്. തേവരം ഞാൻ ആദ്യത്തെ ഇടവകയായിരുന്നു, അവിടെ നിന്നുണ്ടായി 2-3 പേര്.
കൊരട്ടിയിൽ നിന്ന് കുറേ പേരുണ്ടായി. ഇങ്ങനെ കുറേ പേരിങ്ങനെ എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി എന്നെ ഈശോയ്ക്ക് കൊടുത്തപ്പോഴേക്കും അമ്മച്ചിക്ക് ഉണ്ടായത് 100 മക്കളാണ്. അമ്മച്ചിയുടെ പേര് വിളിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ചാടി എഴുന്നേക്കുന്ന വിധത്തിലുള്ളൊരു സംവിധാനം. ഇതൊക്കെ നമ്മുടെ കുടുംബം മനസ്സിലാക്കണം, കുടുംബങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഒരു പ്രത്യേകിച്ച് അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ നിന്നൊരു സമർപ്പിത ജീവിതത്തിലേക്ക് ഒരു വൈദികനായിട്ടോ ഒരു സന്യാസിനിയായിട്ടോ ഒരാളെ കൊടുക്കുമ്പോൾ കുടുംബമാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. സത്യമാണ് അച്ഛൻ. വിശുദ്ധീകരിക്കപ്പെടാത്ത കുടുംബത്തിൽ നിന്ന് ദൈവവിളി ഉണ്ടാകുകയുമില്ല. വിശദീകരിക്കപ്പെടാത്ത കുടുംബത്തിൽ ദൈവവിളി ഉണ്ടാവുകയും എന്തായാലും പറ്റില്ല. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ ഒരു ബോധ്യവും ഇത് തന്നെയാണ് അച്ഛനെ മുമ്പോട്ട് നയിക്കുന്നത്. കാരണം 25 വർഷം എന്ന് പറയുന്നത് തമ്പുരാൻ നടത്തിയ വഴികൾ, ഇനിയും ദൈവം അച്ഛനെ മുന്നോട്ട്, അത് ദൈവകൃപകളുടെ വഴികൾ മാത്രമാണ്. ഞാൻ കൂടി ഉറപ്പിച്ച് പറയണത്, ഞാൻ സെമിനാരിയിൽ ചേരുന്നപ്പോൾ എന്ത് കഴിവുകേടുകളുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ ഞാൻ. പക്ഷേ ഈശോ നയിക്കുന്നത് കൊണ്ട് ഈശോയുടെ ഒരു ഉപകരണം ആക്കി മാറ്റുന്നതേ ഉള്ളൂ. ആ ദൈവാശ്രയത്വവും ആ ബോധ്യവും ദൈവമാണ് നടത്തുന്നതിനുള്ള തിരിച്ചറിവ് അച്ഛൻ്റെ ഏറ്റവും വലിയ ബലമാണ്. അതെന്നും അച്ഛനെ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ ഇടയാക്കട്ടെ. അച്ഛൻ മുൻപ് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ആദ്യ എപ്പിസോഡിൻ്റെ ഒരു പകുതി ഭാഗത്ത് വെച്ച് അച്ഛൻ കണ്ണ് നിറഞ്ഞ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരിക്കലും ഈ വൈദിക ജീവിതം വിട്ടുപോകാൻ, ഈ വൈദിക ജീവിതത്തിൽ നിന്ന് എന്നെ പറഞ്ഞു വിടട്ടെ. ഒരിക്കലും കർത്താവ് പറഞ്ഞു വിടില്ല, അച്ഛനായിട്ട് ഒരിക്കലും പോകേണ്ടി വരില്ല. തീർച്ചയായിട്ടും ഈ ദൈവാശ്രയത്വം അച്ഛൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അച്ഛനിത് ദൈവം ഏൽപ്പിച്ചതുപോലെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. ഒത്തിരി നന്ദി അച്ഛൻ. യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും, ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും, ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം, നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം, നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ, ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി